ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷം. ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ മറുപടി പറയുമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ പൊസിഷനിങ് ഒരു തരത്തിലും മതേതര വോട്ടുകളല്ലാത്ത മതനിരപേക്ഷ വോട്ടുകളല്ലാത്തത് വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ. വർഗീയ വോട്ട് വേണ്ട പറഞ്ഞിട്ടുണ്ട്, രാഹുലും പറഞ്ഞിട്ടുണ്ട്, ബി ഡി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അതെ, നമ്മള് സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ മുഴുനീളം ഒരു പത്രപ്രവർത്തകനെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സമീപനം ഇടതുപക്ഷത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു ചോദ്യമായിട്ട് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ചോദിച്ചിരുന്നുവെങ്കിൽ ഇത് പറയാം. അല്ല, പി സാറിന് അപ്പം പി സാർ 100% CPM കാരനായി, അങ്ങനെയാണോ? അല്ല, അതിലിപ്പോ എന്താ അത്ര സംശയം? എന്താ ആയി ഇപ്പൊ ഞാൻ ഒറ്റ മാസമൊക്കെ മതി അങ്ങനെ കംപ്ലീറ്റ് എന്താണ് അടിമുടി പൊളിറ്റിക്കൽ ഷിഫ്റ്റ് 1 മാസം മതി. CPM കാരനാവാന്ന് പറഞ്ഞാൽ ആശയം പ്രത്യയശാസ്ത്രം ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു പാടുണ്ട്. സന്ദീപ് വാര്യർ പുറത്തിറങ്ങിയപ്പോൾ ഒരു മുദ്രാവാക്യം പറഞ്ഞു. സരിൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു മുദ്രാവാക്യം, ഒരു സ്ലോഗൻ പറയാൻ പറ്റിയില്ല. സന്ദീപ് വാര്യർ പറഞ്ഞു. അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് മുദ്രാവാക്യമായിരുന്നു, ഒരു വർഷം ഞാൻ RSS കൊടുക്കാം, എന്റെ അമ്മയുടെ സാധനം ഞാൻ ഒരു വർഷത്തിനുള്ളിൽ അവർ RSS എഴുതി കൊടുക്കാം. അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ വിശാലമായ ജനാധിപത്യം കോൺഗ്രസിന്റെ അണിയെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഫാക്ടറിയിൽ നിന്നും പണിയെടുത്തവൻ ഞാൻ പുറത്തിറങ്ങുന്നു, കടയിൽ പോകുന്നു. ഒരു ഒറ്റ വാക്ക്, ആ വാക്ക് ഇവിടെ വേണമെങ്കിൽ ഞാൻ പറയാം. അധികാരത്തിന് വേണ്ടി വഴിവിട്ട് കേരളത്തിൽ വർഗീയതയെ താലോലിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നു, മതനിരപേക്ഷതയുടെ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നു. എന്താ പ്രശ്നം? അത് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെയും പറയുന്നത്. 2026 അധികാര രാഷ്ട്രീയത്തിന്റെ വഴിയല്ലാതെ രാഷ്ട്രീയമായി നിക്കക്കള്ളിയില്ല ഈ പ്രസ്ഥാനത്തിന്. ഈ പ്രസ്ഥാനത്തിന് ഇവരുടെ കതറ് നടക്കണമെങ്കിൽ ഈ പാവപ്പെട്ട പ്രവർത്തകരെ പറ്റിക്കണം. സരിൻ 1 മാസം മുമ്പ് പറഞ്ഞ രാഷ്ട്രീയ ഇതൊക്കെ അതിപ്പോ നോക്കൂ. മാർച്ചിൽ താങ്കൾ എഴുതുന്ന പിണറായി വിജയൻ എന്ന അഭിനവ ക്വിസ്ലിംഗ്, മനുഷ്യരെ തടവറ കെട്ടിപ്പാർപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന ഹിറ്റ്ലർക്കും ഇതുപോലൊരു കൂട്ടുണ്ടായിരുന്നു. രാജ്യമായി മാറ്റി നോർവേയിൽ പേര് ക്വിസ്ലിംഗ് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അതെ, അടുത്ത പറയുന്നു ഇത് കൊലയുഗം, ജനാധിപത്യത്തിന്റെ അപഭ്രംശം, ഏകാധിപതികൾ കൊല്ലും കൊലയും നടത്തി വിഹരിക്കുന്ന കാലം, ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കൊലയുഗത്തിൽ അറുതി വരുത്താൻ സമയമായി, കൊലയാളികളെ സ്ഥാനഭ്രഷ്ടനാക്കാൻ അഹന്തയ്ക്ക് മറുപടി പറയാൻ സമയമായി. ഇത് അടുത്ത പോസ്റ്റ് നോക്കുന്നത്. ഉറപ്പായും ഞാനത് അതാണ് അതിലാണ് ക്ലാരിറ്റി വേണ്ടത്. തടിതപ്പാൻ വേണ്ടി രാഷ്ട്രീയം പറയലും രാഷ്ട്രീയം പറയാൻ വേണ്ടി രാഷ്ട്രീയം പറയലും രണ്ടും രണ്ടാണ്. എനിക്ക് രാഷ്ട്രീയമായി തടിതപ്പേണ്ട ആവശ്യമില്ല. തടിതപ്പേണ്ടവർ എനിക്ക് നേരെ മുന്നിലിരിക്കുന്നവരാണ്. ഈ സരിൻ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന അതേ തീവ്രതയിൽ ഇടതുവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കൂട്ടബലാത്സംഗ വകുപ്പിന്റെ തലവൻ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ക്രിമിനൽ എന്ന് വിളിക്കുന്നുണ്ട്. DYFI ബലാത്സംഗം നടന്നത് എന്ന് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറയുന്നതോ ഏത് സരിനാണ് യഥാർത്ഥ സരിൻ? ആ സരിനാണോ ഈ സരിനാണോ? അല്ല, ഈ ചോദ്യം സന്ദീപ് വാര്യർക്കും കൂടി വേണ്ടി അവിടെ റിസർവ് ചെയ്ത് വെക്കണം. ഞാൻ മറുപടിയും പറയുകയാണ്. സരിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സരിൻ ഇപ്പോ രാഷ്ട്രീയം പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചു. എല്ലാ കോൺഗ്രസുകാരെ പോലെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം കൊണ്ടു നടന്ന ഒരാളായിരുന്നു സരിൻ. അതൊക്കെ കാപട്യമായിരുന്നുവല്ല, ഞാൻ നിലനിൽപ്പ് എന്ന് പറയുന്നു. ഞാൻ വീണ്ടും പറയുന്നു. അല്ല, അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചാലോ, സത്യസന്ധമായിട്ട് അതിന് തള്ളി പറയാനുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട്. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണെങ്കിൽ താങ്കൾ കോൺഗ്രസ് വിട്ട് LDF-ൽ വരുമ്പോഴും നിലനിൽപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന് ആരോപണം ഉണ്ടായാലോ സരിൻ? താങ്കൾ തന്നെ പറയുകയാണ് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് പറയാണ്. ഹഷ്മി, ഒറ്റ വാക്കേ ഉള്ളൂ. നാവും തലച്ചോറും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നവൻ എന്ന് മാത്രമേ പറയാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ വാടകയ്ക്ക് എടുത്താണോ? നോക്കൂ, 33ാമത്തെ വയസ്സിൽ ഈ രാജ്യത്തിന്റെ പോക്ക് കണ്ട് ഉണ്ടായിരുന്ന ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോൺഗ്രസിന് 50 സീറ്റ് തികച്ചില്ല ലോക്സഭയിൽ. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM. ഞാൻ വന്നത് കോൺഗ്രസിലേക്കായത് ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ നിലവാരം IASS ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, താങ്കൾ എന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ല, ബുദ്ധി പൊളിറ്റിക്കലായിട്ട് വേണം. എന്ത് പറയണമെന്നുള്ള പൊളിറ്റിക്കൽ ബുദ്ധി ബുദ്ധിശൂന്യതയുടെ പേരാണ് കോൺഗ്രസ്. കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പൊളിറ്റിക്കൽ ബുദ്ധിശൂന്യതയുടെ പേരാണ് കോൺഗ്രസ്. അത് അടിവരയുടെ റിസൾട്ട് കൂടിയാണ് പാലക്കാട്. അത് തെളിയും, കൃത്യമായി തെളിയും. പച്ച മലയാളത്തിൽ പറഞ്ഞ അന്തസ് വേണം. ഇതിനെ ഇനിയും ലഘൂകരിച്ച് കാണാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഈ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. BJP-യെ ജയിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നീക്കങ്ങൾ നടക്കാനോ, അതിന് കോൺഗ്രസിന് ഒരുപക്ഷെ കോൺഗ്രസിനെ തോൽപ്പിച്ച് അങ്ങനെ ആയാലും കുഴപ്പമില്ല. കാരണം അത്ര പൊളിറ്റിക്കൽ ബുദ്ധിയേ ഉള്ളൂ. ആ പൊളിറ്റിക്കൽ ബുദ്ധിയെ എതിർക്കാൻ ഞാൻ കാണിച്ചതിന്റെ പേര് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.